എന്ന കാര്യം പറഞ്ഞിരുന്നു. പിന്നെ അതായത് ബീച്ചിലേക്ക് പോവുകയാണ്. പരപ്പനങ്ങാടി കടപ്പുറം. കടപ്പുറം എത്താനായി ഗൈസ്. പരപ്പനങ്ങാടി ബീച്ചിലേക്കാണ് പോണത് കേട്ടോ. ഇവിടെ ഇറങ്ങാണ്ടില്ല. ഈ നട്ടുച്ച നേരത്ത് അല്ല ഗൈസ്, ഞങ്ങൾ എന്നും കടപ്പുറത്തേക്ക് വരില്ല. ഇതുപോലെയാണ് ഇക്ക കൊണ്ടുവരിക. നല്ല നട്ടുച്ച നേരത്താണ് കടപ്പുറത്തേക്ക് വരിക. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ തന്നെയായിരുന്നു. ആറ്റു നോറ്റ് കടപ്പുറം കാണാൻ പോരലാണ് ഈ പെരും വെയിലത്ത്. ഞാൻ പറഞ്ഞ അപ്പളേ പറഞ്ഞത് എവിടെ വൈകുന്നേരം പോന്നാൽ മതി. വൈകുന്നേരം ഇങ്ങനെ കുറച്ചു നേരം കടപ്പുറത്ത് ഇരിക്കണം, അതല്ല രസം. പക്ഷെ ഇത് കൊണ്ടുവരും ഈ നേരത്ത് കൊണ്ടുവന്നാൽ നമ്മൾ പെട്ടെന്ന് തന്നെ കയറുമല്ലോ, പെട്ടെന്ന് തന്നെ കയറി പോവല്ലോ. ആ ട്രിക്ക് ആയിക്കാരോ. വെയിലോണ്ട് ഇവിടെ നിൽക്കാൻ പറ്റണില്ല. ഇവിടെ കണ്ടില്ല ചെറിയ മീനുകൾ ഉണക്കാട്ടൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വേഗത്തിൽ പോന്നിട്ടാ. കാരണം ഇവിടെ വല്ലാതെ ഇറങ്ങാനൊന്നും പറ്റില്ല, മീൻ പിടിച്ചിരുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് അപ്പുറത്തൊരു ബീച്ചുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് ഇനി. അപ്പോൾ നല്ല രസമുള്ള പെരകളൊക്കെ ഈ ഓലൻ്റെ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ. കടപ്പുറത്ത് ഇങ്ങനത്തെ പെരകളാണ് അധികം ഉണ്ടാവും കേട്ടോ. കുഞ്ഞു കുഞ്ഞു പെരകൾ നല്ല രസമാണ് കാണാൻ. റോഡിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പെരകളാണ് ഉള്ളത് കേട്ടോ. നല്ല രസമാണ് കാണാൻ. ഇവിടെയൊക്കെ മീൻ പിടിച്ചിരുന്നത്, മീൻ ഉണക്കണതൊക്കെയാണ് കേട്ടോ. ഇവിടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ നല്ല മീനുണ്ടായിരുന്നു, രാവിലെ ആയിരുന്നു കേട്ടോ. അപ്പം മീൻ പിടുത്തക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ചിങ്ങോട്ട് പോന്നിട്ട് ഇപ്പോൾ ഇതാ കുറച്ച് അപ്പുറത്ത് വന്ന് ഇറങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇക്കും മക്കളൊക്കെ നടന്നിട്ടിരിക്കണം അങ്ങോട്ട്. ഇവിടെ സുഖമായിട്ട് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടി അതാ അവിടെ നിർത്തിയിട്ടിട്ടാ. അങ്ങനെ കുറച്ച് അപ്പുറത്ത് വന്ന് ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും ബീച്ചായിട്ടൊന്നുമില്ല. ഇവിടെയും എന്താണ് കുറച്ചുകൂടെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. കുറച്ചുകൂടെ ആൾക്കാരൊക്കെ ഇങ്ങനെ കണ്ട് നടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ കണ്ട് നടന്ന്. ബീച്ചിക്ക് ഇപ്പോൾ എത്തിയിട്ടില്ല കേട്ടോ. വേറൊരു ബീച്ചുണ്ട് പരപ്പനങ്ങാടിയിൽ, അപ്പോൾ അങ്ങോട്ട് പോകാനാണ് പ്ലാന്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ഇറങ്ങി കണ്ടിട്ട് ഇങ്ങനെ പോവാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടെ നല്ല രസമുണ്ടോ കാണാൻ. അച്ചുട്ടിയെ വെയില എന്താ വെയില് ഗൈസ്. എൻ്റെ അച്ചൊക്കെ മണ്ണ എല്ലാം മെല്ലെ കയറാ കല്ലും മുട്ടി കൂടെ ഒക്കെ ഇട്ടാ. എന്താ പൊള്ളണ കാലൊക്കെ. ഇവിടെ ആൾക്കാർ ഇവിടെ ഒന്നും രസമില്ല. ഇപ്പൊ ഇന്നാള് പോയ സ്ഥലം ഇവിടെ ഇതല്ല. അവിടെ രസമാവും. നമ്മൾ ഇതിലൊക്കെ കയറി പോയിന്നോ. ഞങ്ങൾ ഇന്നാൾ വന്നിരുന്നു ഇവിടെ അല്ല. ഇന്നാൾ വന്ന് കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറേ ഉപ്പിട്ട് നെല്ലിക്ക് മാങ്ങിയതൊക്കെ ഉണ്ടായിരുന്നു. എന്താ ഈ ചൊരണ്ടേസ് 4 ചൊരണ്ടേസ് പറഞ്ഞാൽ ഏതാ ദിവസം അത് 6 എത്ര ദിവസം രസമുണ്ടോ 6 ചൊരണ്ടേസ്. ഞാൻ ആദ്യമായിട്ട് ഇത് കഴിക്കുകയാണ്, ആദ്യമായിട്ട് വാങ്ങിയതാണ്.
അപ്പോൾ എനിക്കറിയില്ല ഇതിനെ പറ്റി. മധുരമുള്ളതും വാങ്ങി, ഒന്ന് മധുരമില്ല എരുള്ളതും വാങ്ങിയിട്ടാ. എരുള്ളിയിൽ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഉണ്ട്. മധുരള്ളിയിൽ എന്തൊക്കെയോ ടൂട്ടി ഫ്രൂട്ടി അതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ എങ്ങനെ അങ്ങനെ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കേട്ടോ ചൊരട്ടേസ് കഴിക്കണത് കേട്ടോ. ഞാൻ എന്തോ ഫുൾ ഐസ് കട്ട് തന്നെ ഉള്ളൂ. പിന്നെ മറ്റേത് എരുള്ളിയിൽ നല്ല ഉപ്പിലിട്ട ബീട്രൂട്ടും കറുമത്തിയൊക്കെ ഉണ്ട് കേട്ടോ. എന്നാൽ കഴിച്ചോക്കട്ടെ. കുഴപ്പമില്ല, ഈ ചൂടത്തിന് കഴിക്കാൻ പറ്റും. അടിപൊളി. അവിടുന്ന് പോയി, അവിടുന്ന് ഇറങ്ങിയിട്ടാ ചൊരണ്ടേസൊക്കെ തിന്ന് കുഴപ്പമില്ല, രസമുണ്ടായിരുന്നു. പക്ഷെ എന്തോ ഞാൻ ആദ്യമായിട്ട് തിന്നായതുകൊണ്ടാവും എനിക്ക് അത്ര അതിനെക്കാട് നല്ലൊരു ടീലോ ആയിരുന്നു കേട്ടോ. തണുപ്പത്ത് നല്ലൊരു ടീലോ ആയിരുന്നു. ഏതാണ്ട് രസം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കഴിച്ച്. അപ്പോൾ ഞങ്ങൾ വേറൊരു ബീച്ചിൽ ഇവിടെ രസമില്ല, ഇവിടെ വല്ലാണ്ട് മീൻ പിടിക്കുന്ന സ്ഥലമായതുകൊണ്ട് വലിയ രസമില്ല. കുറച്ച് അപ്പുറത്ത് ഉണ്ടായൊരു ബീച്ച് പോലെ ആൾക്കാരൊക്കെ സ്ഥിരമായിട്ട് കാണാൻ വരുന്ന സ്ഥലം. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ, പോയി നോക്കാം. ബീച്ചാണ് കേട്ടത്. ഇങ്ങോട്ടാണ് പോണത്, പരപ്പനങ്ങാടി. ഇവിടെ പിന്നെ നല്ല രസമാണ് ഈ കരട്ടാ. നാളെ ഞങ്ങൾ വന്നത് ഇങ്ങോട്ട് തന്നെയാണ്. പാർക്കിംഗ് ആണ്. ഇവിടെ കുറേ ആൾക്കാരുണ്ടാവലുണ്ട്. ഞങ്ങളിവിടെ തൂവൽത്തീരം ബീച്ചിലാണ് ഉള്ളത് കേട്ടോ, പരപ്പനങ്ങാടി. അപ്പോൾ നേരത്തെ മീൻ പിടിച്ചിരുന്ന സ്ഥലത്തായിരുന്നു. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ട് രസം, കുട്ടികൾക്ക് ഇറങ്ങാനും കടലിലേക്ക് ഇറങ്ങാനൊക്കെ രസം ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്കെത്ത മുടക്ക് ഞങ്ങൾ 1:30-2 മണി ആവണതിൻ്റെ മുമ്പായിട്ട് ഇവിടെ എത്തിക്കണം കേട്ടോ. അപ്പോൾ വൈകുന്നേരമാണ് ഇവിടെ പാർക്കൊക്കെ തുറക്കുള്ളൂ കേട്ടോ. ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടില്ല. അപ്പോൾ ആദ്യമോ അത് വന്നേക്കൊരു മരം ഉണ്ട് അവിടെ, ഒരു ബദത്തിൻ്റെ മരം. അതിമൊക്കെ കയറി ഫോട്ടോ എടുക്കുകയെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ കുട്ടികളൊക്കെ അപ്പോത്തിന് അങ്ങോട്ട് ഇറങ്ങിയിരുന്നു കേട്ടോ. വെള്ളം കണ്ടപ്പോൾ ചെരുപ്പും അച്ചൂട്ടി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇറങ്ങി കഴിച്ചു. അച്ചൂട്ടി ഒക്കെ ചേഞ്ച് ചെയ്ത് വാപ്പാൻ്റെ കൂടെ അങ്ങോട്ട് ഇറങ്ങിക്കട്ടോ. പക്ഷെ വെയിലായിട്ട് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അല്ല വളർത്തിയന്മാരെ വരുന്നതനുസരിച്ചിട്ട് അച്ചൂട്ടി പേടിച്ച് വണ്ടിടുതാ. കുട്ടികൾക്കൊക്കെ വെയിൽ നിന്നില്ല, വെയിലായാലും കുഴപ്പമില്ല, അവർക്ക് ചൂടായാലും കുഴപ്പമില്ല, അവർക്ക് അടപ്പുറത്ത് ഇരുന്നാൽ മതി. പക്ഷെ നമുക്കൊന്ന് കണ്ണ് നേർക്ക് തുറക്കാൻ പറ്റണില്ല. എന്തുകള് അതൊന്നും മേത്താക്കണ്ട, ഇതുണ്ടാവും. അങ്ങനെ മക്കൾ ഇങ്ങനെ കുഴി കുത്തി വെള്ളം ഇങ്ങനെ ആക്കിക്കൊണ്ട് നിൽക്കാണ്ട്. അപ്പോൾ കുറേ എരുന്തിൻ്റെ കുട്ടികളെ കണ്ടിരിക്കണം. അപ്പോൾ തിന്നാൻ പറ്റില്ല ഇപ്പച്ചി ചെയ്ത് വലുതായാലും എന്ന് പറഞ്ഞാൽ എരുന്തുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കുറേ കുട്ടികളെ കുഴി കുത്തുമ്പോൾ ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ പിടിച്ചുകൊണ്ട് നോക്കിക്കൊണ്ടും, അല്ലെങ്കിൽ കടപ്പുറത്തേക്ക് പോയാൽ മക്കളൊക്കെ അങ്ങനെ തന്നെ കുജ്ജുത്തുക അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ. കുറേ എരുന്തിൻ്റെ തോടുകൾ ഇതാ ഓളം മീൻ കുജ്ജിക്ക് ഇടാൻ വേണ്ടി നുള്ളി പെറുക്കിയതാണ് ഇട്ടത്. കുറേ പെറുക്കിക്കൊണ്ട് കൊണ്ടുവന്ന് കൂട്ടുകയാണ് ഓളം മീൻ പാത്രത്തേക്ക് ഇടാൻ. കുറച്ച് നേരം ഞാനിങ്ങ് നിന്നിട്ടാണ് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു. പക്ഷെ നമ്മൾ കടപ്പുറത്ത് നിൽക്കുന്നതും വെള്ളത്തിൽ കളിക്കുന്നതൊന്നും വല്ലാണ്ട് ഇടാൻ പറ്റില്ല, ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും. അപ്പോൾ കോഴിക്കോട് ബീച്ച് കാണാനുണ്ട് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ കോഴിക്കോട് ബീച്ച് ഞാൻ ഇതുവരെ ഞാൻ പിന്നെ ടൂറും കാര്യങ്ങളൊന്നും എവിടേക്കും പോവാത്തതുകൊണ്ട് നമ്മളെ മലപ്പുറം നമ്മളെ നാട് വിട്ടിട്ട് ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ആകെ പോയിട്ടുള്ളത് ഈ പരപ്പനങ്ങാടി കടപ്പുറത്തേക്ക് മാത്രമാണ്. ഇടയ്ക്ക് കുറേ കാലം കഴിയുമ്പോഴൊക്കെ കൊണ്ട് ഈ കടപ്പുറത്തേക്ക് വരും. അല്ലാതെ പിന്നെ കോഴിക്കോട് ബീച്ചൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് അങ്ങോട്ടൊക്കെ പോകണം. ഇതുവരെ പോയിട്ടില്ല കേട്ടോ കോഴിക്കോട് ബീച്ചിലേക്കൊന്നും.
അല്ലുവിന്റെ പണി. ആ അല്ലുവിനെ ഒരു മത്സ്യകന്യൊക്കെ ആക്കി മാറ്റുകയാണ് ഇവിടെ. കണ്ടില്ലേ, മണ്ണും എന്തൊക്കെ ഇട്ടിക്കാണ്ട് ഇതൊക്കെ തന്നെയാണ് ഓരോരോ പിരാന്ത്. അങ്ങനെ പൊന്നൂസ് പെറുക്കി കൂട്ടിയിട്ടുള്ള കക്കത്തോടൊക്കെ കവറിലാക്കണം. ഞങ്ങൾ പോവാനായി. ഇതിന് കുറേ 2 മണി തൊട്ട് 5-5:30 വരെ നിന്നിക്കണം കേട്ടോ. കുറച്ചൊക്കെ നേരം നിന്നിക്കണം. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇവിടുത്തെ പാർക്കൊക്കെ തുറന്ന് കുറേ ആളുകൾ വരൽ തുടങ്ങിയിട്ടാ. ഞങ്ങൾ വന്നപ്പോൾ വല്ലാണ്ട് ആളില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ പോരാൻ ടൈമിലായപ്പോഴത്തേക്കും കുറേ ആൾക്കാരൊക്കെ വന്ന്. വൈകുന്നേരമാണ് ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടാവുക കേട്ടോ, പാർക്കൊക്കെ തുറക്കല്. അങ്ങനെ ഞങ്ങളിവിടെ മടങ്ങണം. ഉപ്പിലിട്ട നെല്ലിക്ക, മാങ്ങ, എല്ലാ ഐറ്റംസും ഇവിടെ അവിടെ ഇറങ്ങണോട് തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പെരേക്ക് മടങ്ങി പോകണ്ട. അവിടെ ആളുകളൊക്കെ വന്ന് തുടങ്ങിയിരുന്നു. ഇപ്പോൾ കുറേ ആൾക്കാർ ആയിട്ടുണ്ട് കേട്ടോ. അവിടെ വണ്ടികളൊക്കെ ഞങ്ങൾ വന്നപ്പോൾ വല്ലാതെ വണ്ടിയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ വണ്ടികളൊക്കെ കുറേ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ നേരമാണ് ആൾക്കാരൊക്കെ ഇറങ്ങുള്ളൂ ബീച്ചൊക്കെ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നപ്പോൾ എല്ലാവർക്കും വിശക്കണമെന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിൽ ഊട്ടുപുര പറഞ്ഞൊരു ഷോപ്പ് കട ഉണ്ട് കേട്ടോ. എവിടുന്ന് പരപ്പനങ്ങാടി കഴിഞ്ഞിട്ടായിരിക്കും. എവിടെ സ്ഥലം എന്ന് ശരിക്കും എനിക്കറിയില്ല. അപ്പോൾ അവിടെ ആ കടയിൽ ഹോട്ടലിൽ കയറിയിട്ടുണ്ട് കേട്ടോ. മക്കൾക്ക് എല്ലാവർക്കും പൈച്ചിക്കണം കേട്ടോ. അപ്പം എല്ലാം ചായയും കടിയൊക്കെ കുടിച്ചാൻ വേണ്ടിയിട്ട് വന്നതാണ്. ആദ്യമോനും അല്ലൂട്ടിയും പൊന്നൂസൊക്കെ പിന്നെ കടപ്പുറത്തേക്ക് പോന്നപ്പോൾ ഒരു ഡ്രസ്സ് എക്സ്ട്രാ എടുത്തിരുന്നിട്ടാ. അച്ചൂട്ടി പിന്നെ അതെടുത്തിട്ടില്ല. അപ്പോൾ ഓളെ ഡ്രസ്സ് ആകെ നനഞ്ഞിന്ന്. പിന്നെ വെയിൽ കൊണ്ട് ഏകദേശമൊക്കെ ഉണങ്ങിയിട്ടാ. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ നിൽക്കണം കേട്ടോ. പൊറാട്ടയും ചിക്കൻ കറിയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മക്കൾക്ക് എല്ലാവർക്കും, ഇക്കാക്കും മക്കൾക്കും ഒക്കെ മസാല ദോശ മതി പറഞ്ഞിട്ടാ. അപ്പോൾ ഒരു മസാല ദോശയ്ക്ക് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ്. നല്ല ചൂട് പൊറാട്ടയും നല്ല ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. ആ കുത്തികൾ എന്നാളി വരും രണ്ടാളും കൂടിട്ടാ. ഭക്ഷണമൊക്കെ കഴിച്ച് ചായ കുടിച്ചു കേട്ടോ. ചായയും മക്കൾ മസാല ദോശ നിന്ന്, ഞാൻ പൊറോട്ടയിൽ നിന്ന്. അപ്പം അങ്ങനെ പെരേക്ക് മടങ്ങുകയാണ് കേട്ടോ. മനൂട്ടൻ പോരാത്തതുകൊണ്ട് ഒന്ന് പാർസൽ വാങ്ങി മസാല ദോശ, ഒന്ന് പാർസൽ എടുത്ത്. അപ്പം അങ്ങനെ പെരേക്ക് പോവാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ